വെൽക്കം ടു എഡെക്സി ലേണിംഗ്. നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് സീരീസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? IPM കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട പഠിക്കേണ്ട എക്സാമുകൾ ഏതൊക്കെയാണോ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ IPMAT റോക്ടെക് വെച്ചിട്ട് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് പ്രീവിയസ് ഇയർ അല്ലെ 2025 ജിപ്മാറ്റ് എക്സാമിൽ വന്നിട്ടുള്ള ലോജിക്കൽ റീസണിങ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ലോജിക്കൽ റീസണിലോട്ട് പോയത്? ഏതൊരു സ്റ്റുഡന്റിനും വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് നമ്മളുടെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. മാത്രമല്ല IPMAT റോക്ടെക്കിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ജിപ്മാറ്റിലാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാനും നല്ല രീതിയിൽ സ്കോർ ചെയ്ത് നിങ്ങളുടെ കട്ട് ഓഫ് ഹൈ ആക്കാനും പറ്റിയ ഒരു ഏരിയ കൂടിയാണ് ലോജിക്കൽ റീസണിങ്. നിങ്ങൾ ലോജിക്കൽ റീസണിങ് പഠിക്കേണ്ടത് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ജിപ്മാറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് നോക്കി നോക്കാം അല്ലെ. പോയിന്റിംഗ് ടു എ മാൻ ഇൻ ഫോട്ടോഗ്രാഫ് എ വുമൻ സെയ്ഡ് ഹിസ് ബ്രദേഴ്സ് ഫാദേഴ്സ് ഇസ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. ഹൗ ഇസ് ദ വുമൻ റിലേറ്റഡ് ടു ദ മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ്? അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫോട്ടോഗ്രാഫിലോട്ട് പോയിന്റ് ചെയ്തിട്ട് ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഹിസ് ബ്രദേഴ്സ് ഫാദർ, ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ ബ്രദർ അല്ലെ. നമുക്കറിയില്ല, അറിയാത്ത ആൾ നമുക്ക് എപ്പോഴും എക്സ് ആണ്. ആ എക്സ് എന്ന് പറയുന്ന ആളുടെ ഒരു ബ്രദർ ഉണ്ട്. ബ്രദർ ഒക്കെ വൈ എന്ന് കൊടുത്തതിന് എക്സാമ്പിൾ ആയിട്ട് ആ ബ്രദറിന്റെ ഫാദർ, അപ്പൊ ബ്രദറിന്റെ ഫാദറും ഈ ഫോട്ടോഗ്രാഫിലെ ആളും എന്താണ്? സെയിം ആണ്. അപ്പൊ അവർക്ക് ഒരു ഫാദർ ഉണ്ട്, സെഡ് എന്ന് പറയുന്ന ഒരു ഫാദർ അല്ലെ. ആ ഫാദർ എന്ന് പറയുന്ന ആരാന്നാ പറഞ്ഞത്? ഇസ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. ആ സ്ത്രീയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു സൺ അല്ലെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഞാൻ ആ സ്ത്രീയാണ്, എന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ എന്താണ്? എന്റെ ഫാദറിന്റെ ഫാദർ. ആ ഫാദറിന്റെ ഒരു മകന്, അതാരാണ്? എന്റെ ഫാദർ തന്നെയാണ്. അപ്പൊ ആ ഒരു സ്ത്രീയും ആ ഒരു ഫോട്ടോയിലുള്ള പുരുഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സിസ്റ്റർ ആണ് അല്ലെ. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? ഹൗ ഈസ് ദ വുമൻ റിലേറ്റഡ് ടു ദ മാൻ? ആ മെന്നിനോട് എങ്ങനെയാണ് ആ ഒരു സ്ത്രീ റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ആ പുരുഷന്റെ ആരാണ്? അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ കാണുന്ന ആളുടെ സിസ്റ്റർ ആണ് ആ വിമൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലെ. നമ്മളുടെ ജിപ്മാറ്റിലെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. ഇനി IPMAT അല്ലെങ്കിൽ IPM കോഴ്സിനുള്ള എൻട്രൻസിന്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ജിപ്മാറ്റ് എന്നുള്ളത്. ജിപ്മാറ്റിന്റെ എക്സാം പാറ്റേണും സിലബസും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട്ടുള്ളതാണെന്നും അതിന്റെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് 4 ഡിഫറെന്റ് പൊസിഷൻ ഓഫ് എ ഡൈസ് ആർ ഷോൺ ബിലോ അല്ലെ. ഒരു ഡൈസിന്റെ 4 ഡിഫറെന്റ് പൊസിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നോക്കിയാൽ മതി അല്ലെ. ദെൻ വാട്ട് നമ്പർ ഈസ് ഓപ്പോസിറ്റ് 3? 3യുടെ ഓപ്പോസിറ്റ് ആരാന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഈ ഡൈസിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വരുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെ നോക്കാം. അങ്ങനെ നമ്പേഴ്സ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് വരില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം? നമുക്കറിയാം ഡൈസിൽ 1 2 3 4 5 6 എന്ന് പറയുന്ന ഡോട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ 3യുടെ ഓപ്പോസിറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും 3 അല്ല. ഇനി ഫസ്റ്റ് ഫിഗറിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2 ഉണ്ട് 6 ഉണ്ട്, 3നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വരുന്നുണ്ട്. സെക്കൻഡ് പിക്ചറിൽ നമുക്ക് 3നോട് ആരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം? തേർഡ് പിക്ചറിൽ നിന്ന് 1 എന്ത് ചെയ്തിട്ടുണ്ട്? 3നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഫോർത്ത് പിക്ചറിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 5 എന്ത് നമ്മളോട് 3നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി നമുക്ക് ആര് മാത്രമേ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാത്തുള്ളൂ? അത് 4 ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് നമുക്ക് നോക്കി നോക്കാം അല്ലെ. ഇഫ് മൈനസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, പ്ലസ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, division for subtraction and multiplication for addition, then which of the following equation is correct? നമുക്കിവിടെ
മൈനസ് എന്നത് എന്തിനാണ്? ഡിവിഷനും. അതുപോലെ പ്ലസ് എന്ന് പറയുന്നത് എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് മീനിങ് ആക്കുന്നത്. അതുപോലെ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ മീൻ ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഡിഷനും എന്ത് ചെയ്യുന്നു? മീൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? 6 + 20. അപ്പൊ നമുക്ക് എന്താ അറിയാം? 6 + 20 എന്നുള്ളത് എന്താണ്? പ്ലസ് എന്നുള്ളത് എന്താണ്? മൾട്ടിപ്പിൾ ആണ് നമ്മളോട് പറഞ്ഞു. ഓക്കെ, 20. പിന്നെ നമ്മളോട് എന്താ പറയുക? 20 - 12. മൈനസ് എന്നുള്ളത് എന്താണ്? മൈനസ് എന്നുള്ള ഡിവിഷൻ ആണ് നമ്മളോട് പറഞ്ഞു. അതുപോലെ ഡിവിഷൻ എന്താണെന്നാ പറഞ്ഞത്? സബ്സ്ട്രാക്ഷനും. മൈനസ് വീണ്ടും എന്താണ്? നമ്മളുടെ ഡിവിഷൻ ആയിട്ടും വരും. ഓക്കെ, ഇനി ഓപ്ഷൻ ബി നമുക്ക് ചേഞ്ച് ചെയ്യാം അല്ലെ. 6 / 20. അതുപോലെ എന്താണ്? 20 - 12 + 7 × 1 = 57. ഇവിടെ എന്താണ്? ഈക്വൽ ടു 38. അടുത്തത് 6 × 20 / 12 - 7 + 1 = 62. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ തന്നിട്ടുള്ളത്? 6 - 20 + 12. അതുപോലെ എന്താണ്? പ്ലസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ 7 / 1 = 70 ആണെന്നും പറയുന്നത്. നോക്കി നോക്കാം അല്ലെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇവിടെ ഒന്നും പ്രോപ്പർ ആയിട്ട് എന്തില്ല, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഓപ്ഷൻ ഡി എങ്ങനെയാന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 / 7 അല്ലെ, 7 തന്നെയാണ്. 12 × 7 എത്രയാണ്? 12 × 7 എന്ന് പറഞ്ഞാൽ 10 × 7 70യും 2 × 7 14 അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാം? 84 പ്ലസ് ഇവിടെ 20 ഉണ്ട്, ഒരു -6 ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം? 20 അല്ലെ. 6 - 20 എന്ന് പറഞ്ഞാൽ -14 ആണ്. പ്ലസ് 84 = നമുക്ക് എന്ത് പറയാം? 70. ഇക്വേഷൻ ഡി ആണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ട് ഞാൻ ബാക്കിയൊന്നും ചെയ്തില്ല. അപ്പൊ നിങ്ങൾ തോന്നുന്നുണ്ടാവും എന്താ സാറ് എയും ബിയും സിയും ഒന്നും ചെയ്യാത്തത് എന്നുള്ളത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ ഡി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടാവും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്താണ്? ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ബോഡ്മാസ് തിയറം ആണ് അല്ലെ. നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിവിഷൻ ചെയ്തു, ഡിവിഷനിൽ നിന്ന് മൾട്ടിപ്പിൾ ചെയ്തു, മൾട്ടിപ്പിളിൽ നിന്ന് അഡിഷൻ ചെയ്തു, അഡിഷനിൽ നിന്നാണ് സബ്സ്ട്രാക്ട് ചെയ്തു അല്ലെ. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടി. ഇനി എന്തുകൊണ്ട് ഞാൻ ഇവിടെ ബാക്കിയുള്ള ഓപ്ഷനിൽ നിന്നും കറക്റ്റ് ആയിട്ട് ചെയ്തില്ല? ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ആ ഒരു എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നോക്ക്, 20 / 12 നമുക്ക് ഒരിക്കലും എന്തല്ല ഒരു പ്രോപ്പർ ഇന്റീജർ വാല്യൂ കിട്ടൂല അല്ലെ. ഇവിടെ നമ്മളൊക്കെ ഈക്വൽ ടു അപ്പുറത്തൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള വാല്യൂ ആണ്. അതുപോലെ തന്നെ ഇവിടെയും 20 / 12 ആണ്. ഇവിടെയും 12 / 20 ആണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇക്വേഷനൊക്കെ എന്ത് ചെയ്തത് അവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. നേരെ നമുക്ക് എന്ത് പറയാം? നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാം. എന്നിട്ട് ഞാൻ റൈറ്റ് ആൻസർ എടുത്ത് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബോഡ്മാസ് തിയറം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് റോസ്റ്റ് ഈസ് കോഡഡ് ആസ് PQYUR in a certain code language, then how will sloppy be conducted in that language? നമുക്കിവിടെ രണ്ട് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിന് നമ്മൾ ഒരു കോഡും തന്നിട്ടുണ്ട് അല്ലെ. റോസ്റ്റ് എന്ന് പറയുന്നത് കോഡ് ചെയ്തിട്ടുണ്ട് ROAST. ഇവിടെ എന്താണ്? PQYUR എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കോഡ് ചെയ്യണം അല്ലെ, SLOPPY. അപ്പൊ ഇത് കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ഇത് എങ്ങനെ ചെയ്യണം, ഇതിന്റെ ആൽഫബറ്റിക് ഓർഡറിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ മുമ്പത്തെ ലോജിക്കൽ റീസണിങ്, കോഡിങ് ആൻഡ് ഡീകോഡിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൽഫബറ്റ്സ് നമ്മൾ എങ്ങനെ ബൈ ഹാർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആറിനെ പിയിലോട്ടാണ് കോഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. ആറിന്റെ വാല്യൂ നമുക്കറിയാം 18 ആണ്. പി എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? -2 ആണ് ചെയ്തിട്ടുള്ളത്. ഇനി O എന്ന് പറഞ്ഞാൽ 15ഉം Q എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പൊ ഇവിടെ +2. ഇനി എയിൽ നിന്ന് വൈയിലോട്ട് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഫബറ്റ് ഇങ്ങനെ സർക്കിളിൽ കറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് 27 ആണ്, Y എന്ന് പറയുമ്പോൾ 25 ആണ്. അപ്പൊ ഇവിടെ എന്താണ്? -2. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19ഉം അതുപോലെ U എന്ന് പറഞ്ഞാൽ എന്താണ്? STU അല്ലെ. T20 ആണ്, U എന്ന് പറഞ്ഞാൽ 21 ആണ്. അപ്പൊ എന്താണ്? ഇവിടെ +2.
അതുപോലെ എന്താണ് വീണ്ടും 20ൽ നിന്ന് 8ലോട്ട് -2. അപ്പൊ ഇവിടെ -2 എന്ന് പറഞ്ഞ ഒരു പാറ്റേണിലാണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതേ കോഡ് വെച്ചിട്ട് നമ്മൾ എസിനെയും എല്ലിനെയും ഓനെയും പിനെയും വൈനെയും നമ്മൾ കോഡ് ചെയ്യണം. നോക്കി നോക്കാം അല്ലെ. S-2 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 19ൽ നിന്ന് 17ലോട്ട്. ഏതാ 17ലോട്ട്? നോക്കിയാൽ മതി, സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. N 14 N അല്ലെ, NOPQRS അല്ലെ. അപ്പൊ ഏതാ വരിക? Q. ഇനി L+2 ഏതാണ്? L+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് N. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ചെയ്യണോ? ശരിക്കും ഇത് ബാക്കി ചെയ്യണോ? വേണ്ട, ആൻസർ ഇതായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തു നോക്കണം അല്ലെ, കാരണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവുന്നത്. ഇനി O-2 നമുക്ക് എന്താ അറിയാം? O-2 ചെയ്താൽ എന്താ കിട്ടുക? O-2 ചെയ്താൽ എന്താ കിട്ടും? 13 അല്ലെ, M. അതുപോലെ P+2 ചെയ്താൽ ഏതാ കിട്ടുക? P എന്ന് പറയുന്നത് 16 അപ്പോൾ 18 കിട്ടും. വീണ്ടും P-2 N കിട്ടും. Y+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആയിരിക്കും അല്ലെ. നമ്മൾ സെയിം ആൻസർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് എന്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഇവിടെ ആൻസർ ചെയ്യാം. കാരണം ഫസ്റ്റ് ഇവിടെ MR ആണ്, NR ആണ്, QA ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി QN ആയിരിക്കും ഫസ്റ്റ് വരിക എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നമുക്ക് ടൈം കൂടുതലില്ല, ഓവറായിട്ട് ടൈം ഒരു ക്വസ്റ്റ്യൻ സ്പെൻഡ് ചെയ്യാനില്ല. മാക്സിമം നമ്മൾ എത്ര പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു അത്രയും സ്പീഡിൽ ചെയ്യണം. ഓക്കെ, ഇനി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കി നോക്കാം അല്ലെ. If a cube is painted yellow on all face and cut into 21 small cubes of equal size, then which of the following are correct? ഒരു ക്യൂബിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ആയിട്ട് മൊത്തത്തിൽ ഒരു യെല്ലോ കളർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 27 സ്മാൾ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. സെയിം വലുപ്പത്തിൽ 27 ക്യൂബ്സും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം അല്ലെ. 27 ക്യൂബ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സ്മാൾ ക്യൂബ്സ് എന്ന് പറയുമ്പോൾ ഓരോ റോയിലും എന്തായിരിക്കണം? 3 വെച്ച് വന്നിട്ടുണ്ടാവും. ഓക്കെ, 6 ക്യൂബ്സ് ആർ പെയിന്റഡ് ഓൺ 1 ഫേസ് ഓൺലി. അത് കറക്റ്റ് ആണോ അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ക്യൂബ്സ് നമുക്കറിയാം, ഒരു ക്യൂബിന്റെ അല്ലെ, ഒരു റുബിക്സ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അത് നോക്കുമ്പോൾ നമുക്കറിയാം അതിന് 6 ഫേസുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ 6 ഫേസ് ഉണ്ട് എന്നുള്ള ക്ലിയർ ആണ്. ഈ 6 ഫേസിലും കൂടിയിട്ടില്ലേ 6 ക്യൂബ്സ് ആർ പെയിന്റഡ് ഓൺ 1 ഫേസ് ഓൺലി. അതിന്റെ ഓരോ ഫേസിലും എന്താണ് ഒറ്റ കളർ, ഒരു ഫേസിൽ മാത്രം കളർ വന്നിട്ടുള്ള വെറും 6 ക്യൂബ്സ് ആണോ എന്നാണ്. ക്യൂബ്സിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം, അതിന്റെ ലോജിക്കും കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്യൂബ്സ് ആൻഡ് ഡേയ്സ് എന്ന് പറയുന്ന വീഡിയോസ് അത് ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് 1 പെയിന്റഡ് വരുന്നത്, എവിടെയാണ് 2 പെയിന്റഡ് വരുന്നത്, എവിടെയാണ് 3 പെയിന്റഡ് വരുന്നത് എന്ന് അറിയാം അല്ലെ. അപ്പൊ നമ്മള് ഓൺലി 1 ഫേസ് ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 6 × N-2 ഹോൾ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇവിടെ N എന്ന് പറയുന്നത് 3 ആണ്, ഞാൻ പറഞ്ഞു 3 ക്യൂബ് ആണെന്ന് പറഞ്ഞു. അപ്പോ 6 × 3 - 2 1 ആണ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ സോറി 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ് കറക്റ്റ് ആണ്. ഇനി there is only 1 cube which not painted on any face. ഇവിടെ ഒരു ഫേസിൽ മാത്രം പെയിന്റ് ചെയ്യാത്ത അല്ലെ, ഒരു ഫേസിലും പെയിന്റ് ചെയ്യാത്ത ഒരേ ഒരു ക്യൂബ് ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതായിരിക്കും? നമ്മൾ അതിന്റെ ഔട്ടർ ലൈൻ മാത്രമാണ് പെയിന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അതിന്റെ ഇന്നർ ലൈനിൽ നമ്മൾ എന്ത് തട്ടിയിട്ടുണ്ടാവില്ല, പെയിന്റ് ചെയ്തൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഔട്ടർ ലൈൻ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാല് ഇന്നർ ലൈനിലുള്ള എത്ര ക്യൂബ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അത് കാണാൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? N-2 ക്യൂബ് ഹോൾ ക്യൂബ്, N-2 ഹോൾ ക്യൂബ്. ഇവിടെ എത്രയാണ് N- എന്ന് പറഞ്ഞാൽ N-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എന്താണ് ബിയും ശരിയാണ്. ഇനി there are 6 cubes which have 2 face painted. 6 ഫേസിൽ എന്താണ് 6 ക്യൂബ്സിൽ എന്താണ് 2 ഫേസ് വെച്ച് പെയിന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കി നോക്കാം എങ്ങനെയാണ് 2 ഫേസ് വരുമ്പോ. നമുക്കറിയാം എഡ്ജിൽ നിന്നാണ് വരിക. 12 × N-2 ആണ് നമുക്കറിയാം അല്ലെ. അവിടെ 12 ആ വരിക അല്ലെ. അപ്പൊ എന്താണ് ഇത് നമുക്ക് റൈറ്റ് ആൻസർ അല്ല. 12 എങ്ങനെ വന്നത്? 12 എഡ്ജസ് ആണുള്ളത്. N-2 1 ആണ് അല്ലെ. 12 × 1 = 12 ആണ്. അടുത്ത there are 8 cubes which have 3 face painted. 8 ക്യൂബ്സിനാണ് 3 ഫേസ് പെയിന്റ് ചെയ്തിട്ടുള്ളത് എന്നാ പറഞ്ഞത്. ശരിയാണ്. നമുക്കറിയാം 8 കോർണേഴ്സ് ഉണ്ട് എന്നുള്ളത്. ആ 8 കോർണേഴ്സിൽ എന്താണ് നമ്മൾ ഔട്ടർ ലൈൻ പെയിന്റ് ചെയ്യുമ്പോൾ അതിന്റെ 3 ഫേസിലും പെയിന്റ് ആയിട്ടുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റുബിക്സ് ക്യൂബിന്റെ കോർണേഴ്സ് എടുത്ത് നോക്കിയാൽ അവിടെ 3 കളർ ഉണ്ടാവും. അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി, എ, ബി ആൻഡ് ഡി ഓൺലി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ മനസ്സിലായോ നമ്മുടെ IPMAT എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസിന്റെ ലോജിക്ക് വരുന്നതെന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത് എന്നതിന്റെയും ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് നമ്മൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്, ടൈം മാനേജ്മെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ എല്ലാം പറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, താഴെ തന്നിട്ടുള്ള ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ക്ലാസ്സുകളുടെ വീഡിയോസ് ലഭിക്കും. അതുപോലെ തന്നെ എന്താണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനർ കിട്ടും, നമ്മുടെ സ്റ്റുഡന്റ് കിറ്റ് കിട്ടും. അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ ബാച്ചുകളെ കുറിച്ചും മറ്റ് ഡീറ്റെയിൽസ് കുറിച്ചും എക്സാം നോട്ടിഫിക്കേഷൻ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ. ഇനി നിങ്ങൾക്ക് നമ്മുടെ IPMATന്റെ ബാച്ച് ആയിട്ടുള്ള IPMAXലോട്ട് ജോയിൻ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.